അമ്മൂമ്മ, നമുക്ക് ഈ ഓണത്തിന് എന്താ പരിപാടി? ഒരു പരിപ്പ് കറി വയ്ക്കാം. പരിപ്പ് കറി ഓക്കെ. അമ്മൂമ്മ, നമുക്ക് ഈ ഓണത്തിന് എന്താ പരിപാടി? നമുക്കൊരു പരിപ്പ് കറി വയ്ക്കാം. പരിപ്പും പപ്പടവും നെയ്യും കൂട്ടി ഒരു ഓണത്തിന് ചോറുണ്ണാൻ. മക്കളെ, നമുക്കിന്ന് പരിപ്പ് കറി വയ്ക്കാം. ഇത് ഒരു കപ്പ് മറക്കണല്ലേ? ആദ്യം വറുക്കണം. വറുത്ത് ഉടച്ചെടുത്തിട്ട് അതിൻ്റെ തോട് കളഞ്ഞിട്ട് കഴുകി കുക്കറിലിട്ട് വേവിക്കണം. പയറുടച്ച് അതിനെ പാറ്റണം. പാറ്റി അതിൻ്റെ ഉമിയെല്ലാം കളഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിക്കണം. വേവിച്ചിട്ട് ആണ് പരിപ്പുണ്ടാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും കടകളിൽ കിട്ടും. അപ്പൊ നമ്മൾ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചാൽ. ഇപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ പാറ്റണം. പാറ്റണം. അങ്ങനെ കഴുകിയെടുത്ത നമ്മുടെ ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇടുക. ഒരു 1/2 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ ഒരു വേവാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം കയ്യിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് ഉടച്ച് എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് വേണം. അതിനായിട്ട് നാളികേരം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അധികം അരയാണ്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ചെറുപയറിലേക്ക് ഈ അരപ്പും കൂടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ദേവി വന്നൊരു നാളിപ്പോൾ ആവോളം മോദികൾ കൂട്ടിടേണം. പന്തു കളിക്കേണം തുമ്പിതുള്ളൽ ചന്തത്തിൽ വേണം കരേരിയാടേണം പാടിടേണം. പരിപ്പ് തിളച്ച് ഇനി അത് വാങ്ങി വെച്ചിട്ട് അത് ഒന്ന് തണുക്കുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പോൾ പരിപ്പ് കറി റെഡി. ഞങ്ങളുടെ മുത്തശ്ശിയുടെ ഈ പരിപ്പ് കറി നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്യണേ. മക്കളെ, നിങ്ങളെല്ലാവരും ഇതുപോലെ പരിപ്പ് വച്ച് ഓണത്തിന് കഴിക്കണം സുഖമായിട്ട്. ഹാപ്പി ഓണം. ഓണത്തിന് പരിപ്പും പപ്പടവും ആണ് പ്രധാനം. ചോറിട്ടതിന് ശേഷം പരിപ്പും പപ്പടവും നെയ്യും, അതാണ് പ്രധാനമായിട്ടുള്ള ഓണസദ്യ. അടുത്ത് ഞങ്ങൾ വെളുപ്പിനെ എണീറ്റ് പൂ ഇറുക്കാൻ പോവും. പൂ ഇറുത്തുകൊണ്ട് വന്ന് അത്തമിട്ട് അതിന് ശേഷം കുളിക്കും. കുളിച്ചതിന് ശേഷം അത്തമൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് പിന്നെ ഓണക്കോടിയൊക്കെ കൊടുത്ത് ഓണസദ്യ ഉച്ചയ്ക്ക്. പിന്നെ പ്രധാനമായിട്ടുള്ളത് പരിപ്പും പപ്പടവും പിന്നെ നെയ്യും. ഇതാണ്.